കേരളത്തിൽ UDF വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ജമായത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന് പറഞ്ഞത് ബാലനാണ്. മുസ്ലിങ്ങൾക്ക് വാരിക്കോരി കൊടുക്കും എന്ന് പറഞ്ഞ് വലിയ വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനായി CPM-ഉം LDF-ഉം ശ്രമിച്ചു, പരാജയപ്പെട്ടു. 18 സീറ്റിലും അവർ വൻതോതിൽ തോറ്റു. അതിന് ശേഷമാണ് ഈ ഒരു ഭൂതോദയമുണ്ടായത്, U-turn ഉണ്ടായത്. അതിന് CPM ഉപയോഗിച്ചത്, അന്ന് നവോത്ഥാന വേദി എന്ന ഒരു സംഘടന ഉണ്ടാക്കി, ഒരു ഔദ്യോഗിക സംഘടന ഉണ്ടാക്കി. അതിന്റെ അധ്യക്ഷനായി അവരോധിച്ച വെള്ളാപ്പള്ളി നടേശനെയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പണ്ടും അദ്ദേഹത്തിന്റെ സംസാരത്തിന് ബെല്ലും ബ്രേക്കുമില്ല. കിട്ടിയ അവസരങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിൽ രണ്ട് സമുദായങ്ങളെയും, ക്രിസ്ത്യൻ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ ആക്ഷേപിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. PDJS-ന്റെ രൂപവൽക്കരണത്തിന് മുന്നോടിയായി നടത്തിയ ജാഥകളിലൊക്കെ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കും രണ്ട് മുന്നണികളും വാരിക്കോരി കൊടുത്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപം. പക്ഷെ പിണറായി വിജയൻ അദ്ദേഹത്തെ സ്പോൺസർ ചെയ്യാൻ ആരംഭിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ മുഴുവൻ മുസ്ലിം സമുദായത്തിനെതിരായി, മുസ്ലിം ലീഗിനെതിരായി എന്ന് പിണറായി വിജയൻ തിരുത്തുന്നുവെങ്കിലും അത് മുസ്ലിം സമുദായത്തിനെതിരായി തിരിച്ചുവിടുകയും അതിന്റെ ഫലമായി മുസ്ലിം സമുദായത്തിൽ CPM-നുണ്ടായിരുന്ന ഒരു അനുഭാവം പോലും നഷ്ടപ്പെടുകയും അതിന്റെ ഫലം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.